അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു IUPAC നെയിം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു സ്ട്രക്ചറൽ ഫോർമുല എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതിന് മുന്നത്തെ 2 വീഡിയോയിലും ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ ചെയ്തിരുന്നു. അതായത് നമുക്കൊരു സ്ട്രക്ചറൽ ഫോർമുല തന്നു കഴിഞ്ഞാൽ അതിൻ്റെ നെയിമിംഗ് എങ്ങനെ ചെയ്യുന്നതെന്ന് പഠിച്ചിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2,3 ഡൈമീഥൈൽ പെൻറ്റേൻ ആണ്. ഓക്കെ, ഇത് ചെയ്യാൻ വെരി സിമ്പിൾ ആണ്. ഫസ്റ്റ് നമ്മൾ എന്താ സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെയിൻ ചെയിൻ ഏതാന്ന് നോക്കണം. സോ ഇതൊരു പെൻറ്റേൻ ആണ്. സോ പെൻറ്റേൻ എന്ന് പറയുമ്പോൾ അതിൽ 5 കാർബൺ കാണും. അത് നമ്മൾ ഫസ്റ്റ് വരയ്ക്കുക. 2, 3, 4, 5. ഓക്കെ, ഇനി പെൻറ്റെയിൻ ആണ്, AN ആണ്. സോ അല്ല സിംഗിൾ ബോണ്ടാണെന്നറിയാം, അത് ഫസ്റ്റ് ഞാൻ എല്ലാത്തിനും കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ പെൻറ്റെയിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി സെക്കൻഡ് എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എവിടൊക്കെയാണ് ബ്രാഞ്ചിങ് എന്ന് നോക്കണം. ഓക്കെ, 2, 3 ആണ്. സോ നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത പോലെ നമ്പറിങ് നമ്മൾ ആദ്യം തന്നെ ഇനി ചെയ്യാൻ പോകുന്നു. സോ 1, 2, 3, 4, 5. ഓക്കെ, ഇപ്പോൾ ഞാൻ നമ്പറിങ് കഴിഞ്ഞു. ഇനി എൻ്റെ ബ്രാഞ്ചസ് ഉള്ള പൊസിഷനിലൊക്കെ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നു. സോ സെക്കൻഡ് പൊസിഷനിൽ എനിക്കൊരു ബ്രാഞ്ച് ഉണ്ട്, തേർഡ് പൊസിഷനിൽ എന്താണ് എനിക്കൊരു ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി എൻ്റെ ബ്രാഞ്ചിലേക്ക് വരിക. എന്തൊക്കെയാണ് എൻ്റെ ബ്രാഞ്ചിൽ ഞാൻ ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. സോ എൻ്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഡൈ മീഥൈലാണ്. ഓക്കെ, ഡൈ എന്ന് പറയുമ്പോൾ എനിക്കറിയാം രണ്ടും സെയിം ആണ്. സോ ഇവിടെ രണ്ടും വരുന്ന കമ്പോണൻറ്റ് സെയിം ആയിരിക്കും. ഇനി അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഥൈലാണ്. മെത്തെന്ന് പറയുന്നത് ഒരു കാർബണയാണ് കാണിക്കുന്നത്. സോ ഇതെന്തായിരിക്കും, ഒരു കാർബൺ ആയിരിക്കും. സോ രണ്ടിടത്തും ഡൈ വന്നുകൊണ്ട് സെയിം എന്നറിയാം. സോ ഞാനിവിടെ രണ്ടിടത്തും C ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും കഴിയുമ്പോഴത്തേന് എൻ്റെ കാർബണിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനിയാണ് ഞാൻ ഹൈഡ്രജൻ എത്ര ഇട്ട് കൊടുക്കണം എന്നുള്ളത് ആലോചിക്കുന്നത്. സോ അതിന് മുന്നേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കാർബൺ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിന് അല്ലെങ്കിൽ കാർബൺ എന്ന് പറയുന്ന ഒരു ആറ്റത്തിന് 4 വാലൻസി ആണുള്ളത്. ഓക്കെ, സോ നമ്മുടെ കാർബണ് 4 ഹാൻഡ് കാണും. ഈ 4ഇടത്തുമാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ വരച്ചേക്കുന്ന ഈ ഒരു സ്ട്രക്ചറൽ ഫോമിൽ ഇനി എത്ര ഹാൻഡ് ബാലൻസ് ആയിട്ട് നിൽപ്പുണ്ടോ അവിടെ ആയിരിക്കും ഹൈഡ്രജൻ വന്നിരിക്കുക. സോ അത് നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ഹൈഡ്രജനെ ആഡ് ചെയ്ത് കൊടുക്കാൻ. സോ ഫസ്റ്റ് കാർബൺ എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഹാൻഡ് മാത്രമാണ് കണക്ട് ആയിരിക്കുന്നത്. സോ അവിടെ 3 ഹൈഡ്രജന് ചാൻസ് ഉണ്ട്. സോ ഇവിടെ എന്താണ് 3 ഹൈഡ്രജൻ വരും. സോ H3 എന്ന് കൊടുക്കുന്നു. രണ്ടാമത്തെ കാർബൺ എടുക്കുമ്പോൾ അതിലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇതിലെ 3 ഹാൻഡും കണക്റ്റഡ് ആണ്. സോ അവിടെ ഒരു ഹൈഡ്രജൻ മാത്രമേ വരൂ. മൂന്നാമത്തെ ഞാൻ നോക്കുമ്പോഴും സെയിം കേസ് തന്നെയാണ്. 1, 2, 3. സോ ഒരു ഹാൻഡാണ് ഫ്രീ ആയിട്ടുള്ളത്. സോ ഒരു ഹൈഡ്രജൻ അവിടെ വരും. ഇനി നാലാമത്തെ കാർബൺ ഞാൻ നോക്കുമ്പോൾ 2 ഹാൻഡ് കണക്റ്റ് ആണ്. സോ അവിടെ എന്താ 2 ഹൈഡ്രജന് ഉള്ള സ്പേസ് ഉണ്ട്. സോ ഇവിടെ H2 വരും. ഇനി അഞ്ചാമത്തെ കാർബൺ ഞാൻ നോക്കുമ്പോൾ ഒരു ഹാൻഡ് മാത്രമേ കണക്റ്റഡ് ആയിട്ടുള്ളൂ. സോ ഇവിടെ എന്ത് വരും, ബാക്കി 3 വരും. സോ ഇവിടെ H3 എന്ന് പറയുന്ന ഹൈഡ്രജൻ്റെ എണ്ണമായിരിക്കും ഇവിടെ വരിക. ഇനി താഴത്തെ കാര്യം നമ്മൾ ഇത് സെയിം മെത്തേഡ് തന്നെയാണ് നോക്കുന്നത്. ഒരു ഹാൻഡ് കണക്റ്റ് ആണ്. സോ ഇവിടെ എന്താ H3 ആണ് വരാനുള്ള ചാൻസ്. ഇനി ഇവിടെയും ഒരു ഹാൻഡാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. സോ ഇവിടെ H3 വരും. ഇതായിരിക്കും എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഫോർമുല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്ട്രക്ചറൽ ഫോം വരയ്ക്കുക. ഓക്കെ, നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത് സിംഗിൾ ബോണ്ടിൻ്റെ കാര്യമാണ്. നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നെയിമിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ ബോണ്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോ തൊട്ട് പഠിക്കുക. സോ അപ്പോൾ ഇതുപോലത്തെ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം.